വളരെ രസകരമായ രീതിയിൽ ജീവിച്ചിരുന്നതായ ഒരു കുടുംബം. ആ കുടുംബത്തിലെ ഭർത്താവിനെ അധാർമികമായ രീതിയിൽ കൊല്ലപ്പെട്ടപ്പോൾ അവിടെ താലി വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരു ചൈതന്യം അവിടുന്ന് ഇറങ്ങി ഓടി. എങ്ങനെയാണോ ഒരു ധാർമ്മികമായി ജീവിച്ചിരുന്നതായ ഭർത്താവിനെ അധർമ്മികൾ വെട്ടിക്കൊന്നപ്പോൾ അതിന് പ്രതികാരം ചെയ്യാനായിക്കൊണ്ട് ഒരു ഭഗവതി സ്വരൂപമായ ഒരമ്മ ഇറങ്ങി ഓടി. ആ ഗൃഹത്തിൽ നിന്നും ഓടിയതായ അമ്മ ഓടി 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 കുറേ കഴിഞ്ഞപ്പോൾ ദാഹിച്ച് വലഞ്ഞ് വിശന്ന് പൊരിഞ്ഞു. ഓടുന്ന സമയത്ത് ഒരു വയസ്സായൊരു മുത്തശ്ശി അവിടെ പിടിച്ചു നിർത്തി. അവരെ തിരിച്ചറിഞ്ഞു എന്നർത്ഥം. ഈ ചൈതന്യത്തെ തിരിച്ചറിഞ്ഞു. ആ മുഖത്തുള്ള തേജസ് കാരണം ആ അമ്മ തിരിച്ചറിഞ്ഞു. ആ അമ്മ എന്തു ചെയ്തു? ആ അമ്മ വീടിൻ്റെ പുറത്തായിക്കൊണ്ട് വീടിൻ്റെ മുറ്റത്ത് അടുപ്പ് കൂട്ടി കഞ്ഞി വെച്ച് കുറച്ച് ശർക്കരയിട്ട് ശകലം പായസം ഉണ്ടാക്കി ആ അമ്മയ്ക്ക് കൊടുത്തു. ആ ഒരു അമ്മയുടെ ദാനധർമ്മത്തെ, സ്നേഹത്തെ പ്രതീകമാക്കിക്കൊണ്ട് കണ്ണകി പിന്നീട് ആറ്റുകാലമ്മയായിട്ട് മാറിയപ്പോൾ അത് പൊങ്കാലയായിട്ട് മാറി. അപ്പോൾ വിശന്നും വലഞ്ഞതായ ഒരു ഭഗവതിക്ക് നിരവധി കിലോമീറ്ററുകളും ഓടി തളർന്ന് ദാഹിച്ച് വലഞ്ഞതായ ഒരു പ്രതികാര ചിഹ്നത്തിന് അവിടെ നൽകിയതായ ഒരമ്മ അത് പൊങ്കാലയായിട്ട് മാറി. പൊങ്കാല അടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മേശാന്തി ഒരു പ്രത്യേകം അലങ്കരിക്കപ്പെട്ടതായ ഒന്ന്. അലങ്കരിക്കപ്പെട്ട പണ്ടാര അടുപ്പ് എന്ന് പറയും. ആ പണ്ടാര അടുപ്പ് അതാണ് തമിഴ് ഭാഷയും കൂടെ യോജിച്ചുകൊണ്ടാണ് പണ്ടാര അടുപ്പ് എന്ന് പറയുന്നത്. വളരെ പ്രധാനമാണ്. അതായത് ഭസ്മമൊക്കെ തൊടിച്ച് നിരവധി മാലകളൊക്കെ ചാർത്തി പണ്ടാര അടുപ്പിൽ അകത്തുനിന്ന് കത്തിക്കുന്നതായ നെയ്ത്തിരി കത്തിച്ച് വീശിയരിച്ച് ജ്വാല കണ്ട് പുക മാറിക്കഴിഞ്ഞാൽ ആ മൺപാത്രം അവിടെ അടുപ്പത്ത് വയ്ക്കുകയായി. ആ അടുപ്പത്ത് വെച്ച ശേഷം മേശാന്തി ശുദ്ധോടുകൂടി തന്നെ നിരവധി ഭദ്രകാളി മന്ത്രങ്ങൾ മനസ്സിൽ മനനം ചെയ്തുകൊണ്ട് ഉരുവിട്ടുകൊണ്ട് അവിടെ പായസം അത് തിളച്ച് പോയി കഴിയുമ്പോൾ അഗ്നിക്ക് നൽകിയതിന് ശേഷം അതിൽ നിന്ന് വെള്ളനേദ്യം മാറ്റി ശർക്കര ഇട്ട് അത് എന്തായിത്തീരുന്നു? അത് ഭഗവതിക്ക് നേദിക്കുന്ന പ്രസാദമായിത്തീരുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നു? നിരവധി അമ്മമാർ ഇതിൽ നിന്ന് കത്തിക്കുന്നതായ ഓരോ അടുപ്പുകളിലും കത്തിച്ച് ഓരോ അന്നപൂർണേ സദാപൂർണേ സങ്കട പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധാർത്ഥം ഭിക്ഷാം ദേഹിച്ച പാർവതി മാതാച പാർവതി ദേവി പിതാദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്താശ സ്വദേശോ ഭുവനത്രയം മുതലായ മന്ത്രങ്ങളെ കൊണ്ട് കീർത്തനങ്ങളെ കൊണ്ട് അവിടെ അടുപ്പ് കത്തിച്ച് എല്ലാവരും ആഘോഷപൂർവ്വം അമ്മേ നാരായണ, ദേവി നാരായണ, ഭദ്രേ നാരായണ എന്നൊക്കെ ഉള്ളതായ നാമഞ്ജപത്തോടുകൂടി ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് അടുപ്പുകൾ ഉണരുകയായി. ആ അടുപ്പിൽ നിന്ന് വളരുന്നതായ അഗ്നി ജ്വലിച്ചു കൊണ്ട് അവിടെ തിളച്ച് മറഞ്ഞു കഴിയുമ്പോൾ വെള്ളനേദ്യം മാറ്റി തേങ്ങയൊക്കെ ചിരണ്ടിട്ട് ചിലർ തേങ്ങ തേങ്ങ ശരിക്കും ഓരോരുത്തർ രീതിയനുസരിച്ച് വ്രതമെടുത്തുകൊണ്ട് 3 ദിവസമെങ്കിലും മിനിമം വ്രതമെടുത്തുകൊണ്ട് പൊങ്കാല ഇടുന്നതായ അമ്മമാർ. ആ പൊങ്കാല ഇട്ട് കഴിയുമ്പോൾ ആ പണ്ടാര അടുപ്പിലുള്ളതായ അത് വാങ്ങിവെച്ച് അത് നേരിട്ട് പൂജയ്ക്ക് മേശാന്തിമാർ നേദിച്ചതിന് ശേഷം ആ പായസത്തിൽ നിന്നുമുള്ളതായ മുകളിലുള്ളതായ പായസ അംശങ്ങളടക്കം അവിടെ എടുത്തു വെച്ചതിന് ശേഷം അകത്ത് ഭഗവതിയുടെ തീർത്ഥം അവിടെ ശുദ്ധമായ തീർത്ഥം അത് കുരുത്തോലകളെ കൊണ്ടും അതുപോലെ തന്നെ അടയ്ക്കാമര പൂക്കലകളെ കൊണ്ടും വലിയ കുടങ്ങളിൽ ആദ്യം പൊങ്കാല തളിക്കൽ. അത് വളരെ മന്ത്രപൂരിതമായ ജലങ്ങളെ കൊണ്ട് ആദ്യം എന്ത് ചെയ്യുന്നു? ആദ്യം പൊങ്കാല തളിക്കുക. ആദ്യം ചെന്ന് കഴിഞ്ഞാൽ എന്താ വേണ്ടേ? ഒരാൾ നമ്മുടെ ഗൃഹത്തിൽ കയറി വന്ന് ആദ്യം എന്ത് ചെയ്യണം? ആരെങ്കിലും ആയിക്കോട്ടെ, എക്സോർവൈ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക. അതിന് പ്രത്യേകമായിക്കൊണ്ട് തന്നെ ഭഗവതിക്ക് കൊടുക്കുന്നതായ വെള്ളം എന്ന് സങ്കല്പിച്ചുകൊണ്ട് തന്നെ അവിടെ ഓരോ അടുപ്പുകളിലും കുരുത്തോലകളും കൊണ്ടും ഒക്കെ അവിടെ തളിച്ചതിന് ശേഷം ഈ മേശാന്തി നേദിച്ചു വച്ചിരിക്കുന്നതായ പൊങ്കാലയിൽ നിന്നും പൂവും നേദ്യത്തിൻ്റെ അംശവും ആദ്യം വച്ചിരിക്കുന്നതായ അമ്മയുടെ അതിലേക്കിടും. പിന്നെ അതിൽ നിന്ന് പകർന്ന് ലക്ഷക്കണക്കിന് അമ്മമാരുടെ പൊങ്കാലകൾ എന്തായി? നിർമാല്യമായി, അല്ലെങ്കിൽ നേദ്യം കഴിഞ്ഞ അവസ്ഥയിൽ നിർമ്മലമായ അവസ്ഥയാണ് നിർമാല്യം. നമ്മൾ നിർമാല്യം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതല്ലേ നിർമ്മലമായ അവസ്ഥ, ഭഗവാന്റെയും ഭഗവതിയുടെയോ സ്പർശനം കൊണ്ട് ഉണ്ടാകുന്നതിനാണ് നിർമാല്യം എന്ന് പറയുന്നത്. അപ്പം നിർമ്മലമായ അവസ്ഥ. നോപയുജ്യാൽ നിവേദിതം
എന്ന് പറയും. ദീപാവലോകം യഥാർത്ഥ തന്ത്രിമാരും മേശാന്തിമാരും ഉച്ചപൂജ കഴിയുന്നവരെ നിവേദിച്ചത് ഒന്നും കഴിക്കരുത്. നിവേദിച്ച് കഴിച്ചു കഴിഞ്ഞാൽ മന്ത്രശക്തിയുടെ കുറവ് വരും. ഉപയുജ്യാൽ നിവേദിതം, നേദിച്ചത് ഒന്നും ഉച്ചപൂജ കഴിയുന്നവരെ കഴിക്കരുത്. വിശന്ന് കഴിഞ്ഞാൽ അകത്ത് അവലോ മരം ഇരിക്കണമെങ്കിൽ അല്ലെങ്കിൽ പഴം ഇരിക്കണമെങ്കിൽ അതെടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ വേറെ വെള്ളം കുടിക്കുക. യാതൊരു കാരണവശാലും അതാണ് നിവേദ്യ സാധനങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ, പിന്നെ പ്രസാദം തൊട്ട് കഴിഞ്ഞാൽ കൈ നനച്ചതിന് ശേഷം വേറെ പൂവെടുക്കാവുള്ളൂ എന്ന് പറയാണ്. നോപയുജ്യാൽ നിവേദിതം. അതിന് നിർമാല്യത്തിന് ശക്തി കുറവായിട്ടല്ല, ശക്തി കൂടുതലായിട്ടാണ് പറയുന്നത്. ആൾക്കാർ വിചാരിക്കും നേദ്യമല്ലേ നിർമ്മാല്യമല്ലേ, അതിന് ശക്തി കൂടുതലാണ്, പവർ കൂടുതലാണ്. അപ്പോൾ പവർ കൂടുതലായ ഒരു വസ്തുവിനെ തൊട്ട് കഴിഞ്ഞാലോ പവർ കുറഞ്ഞ ശക്തിയിലേക്ക് തുടരണമെങ്കിൽ കൈ നനയ്ക്കണം എന്ന് പറയുന്നു. അങ്ങനെ നിരവധി ക്ഷേത്രങ്ങളിൽ അങ്ങനെ കണ്ണകി സ്വരൂപിയായ അമ്മ വാളിളക്കി ചാടി വന്നുകൊണ്ട് ശത്രു നിഗ്രഹണം ചെയ്ത് തല അരിഞ്ഞതിന് ശേഷം നിരവധി ക്ഷേത്രങ്ങൾ, പ്രധാനമായിട്ട് കൊടുങ്ങല്ലൂർ കുരുമ്പക്കാവിലമ്മയായിട്ട് മാറിക്കൊണ്ട് ഇപ്പോഴും അവിടെ ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ഭഗവതി ആവേശിച്ചുകൊണ്ട് വെളിച്ചപ്പാടുകൾ തലമുട്ടി തൻ്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി രക്തമെങ്കിലും ഭഗവതിക്ക് സമർപ്പിക്കുന്നു. നമ്മുടെ ശരീരത്തിലുള്ള രക്തം തന്നത് ഭഗവതിയാണ്. അതിൻ്റെ പ്രതീകമായിക്കൊണ്ട് ആവേശരൂപമായി ഭഗവതി ആവേശമായി മാറിക്കൊണ്ട് വാളും ചിലമ്പും ചുലുക്കിക്കൊണ്ട് വെളിച്ചപ്പാടുകളും അമ്മമാരും മുട്ടിച്ച് തൻ്റെ ശരീരത്തിൽ നിന്നും പോലും ഒരു രക്താംശത്തെ ഭഗവതിക്ക് സമർപ്പിക്കുമ്പോൾ ലോകം മുഴുവനും ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു ചുവന്ന കളറിൻ്റെ, ചുവന്ന പ്രകാശത്തിൻ്റെ, ചുവന്ന ഡ്രസ്സുകളുടെ ഒരു ചുവന്ന പ്രതീകമായി കൊണ്ടതാ അതിശക്തമായ ചൂടാണ്. അതിന് ഒപ്പം തന്നെ എല്ലാ പൊങ്കാല ഏത് ക്ഷേത്രത്തിൽ ആയാലും എല്ലാ ഈ ചൂടിനെ തൃണവൽക്കരിച്ചുകൊണ്ട് ഈ ചൂടായ അന്തരീക്ഷത്തിലെ തിരുവനന്തപുരം പൊങ്കാലയിടുന്നതായ എല്ലാ അമ്മമാരും എന്തായിത്തീരുന്നു? അവിടെ ഭഗവതിയെ വന്ന് തൊഴുതു കഴിഞ്ഞാൽ ചിലപ്പോൾ ദൂരെ നിന്നും തൊഴുകാൻ സാങ്കല്പികമായിട്ട് തൊഴുകാനോ പതിക്കും. ആറ്റുകാലമൊക്കെ നമുക്കറിയാം ഉണ്ടായിരുന്നു. മോളിൽ നിന്ന് ഹെലികോപ്റ്ററിലൊക്കെയാണ് തളിക്കാറ്. അപ്പോൾ അവിടുന്ന് സങ്കല്പിച്ചുകൊണ്ട് തൊഴുതു കഴിയുമ്പോൾ എന്തായിത്തീരുന്നു? എന്തിനെപ്പറ്റി ചിന്തിച്ചു അത് തന്നെയായിത്തീരുന്നു. നിരന്തരമായി ഇത്രയും ദിവസത്തെ വ്രതം കൊണ്ട് ഉപാസന കൊണ്ട് ഇതിൻ്റേതായ ഇഷ്ടിക അടുക്കളുകൊണ്ട് പതുക്കെ മനസ്സ് പൊട്ടിമാറി, മനസ്സിൻ്റെ ആവരണം പോയി ബുദ്ധി ഉണർന്ന് ഈ അമ്മമാരും ഭഗവതിമാരായിത്തീരുന്നു. ഭഗവതി ഭരദേവതേ പ്രസീത ത്രിപുരഹര പ്രിയവല്ലഭേ ഭവാനി അശരണം അതിദീനം നതമ്മാം സകൃത് അവലോകയ ശീതളേ രവാങ്കെ. അതിൻ്റെ പ്രതീകമായ സൂചനമായുകൊണ്ട് പല ക്ഷേത്രങ്ങളിലും കലം നടക്കുകയാണ്. നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ കലം കരിക്കൽ എന്ന് പറഞ്ഞാൽ കലം പ്രത്യേകം വെച്ചിട്ട് നേദിക്കുന്നതൊക്കെ പ്രായോഗികമായിട്ട് നടക്കില്ല. നിരവധി വലിയ അടുപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് പകർന്നുകൊണ്ടൊക്കെ നടക്കുകയുള്ളൂ ഇന്നത്തെ കാലത്ത്. അപ്പോൾ ഓരോ കലത്തിലും വെച്ച് നേദിക്കണമെങ്കിൽ രാത്രി 1 മണിയൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ആ സങ്കല്പത്തോട് ഒരു സങ്കല്പത്തിലാണ് പ്രധാനം നമ്മൾ ചെയ്യുന്നതാണ്. പാദ്യമിതം അർക്കേത ആചാര്യവിധം മധുർഗം ദൂഷമിതം അപൂപമിതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശങ്കില ജലം കൊടുക്കുന്നു. ശരിക്കും അപ്പല്ല നേദിക്കണ്ടേ. അത് പ്രായോഗികമായിട്ട് നടക്കാത്തതുകൊണ്ട് ഭഗവാൻ ആ തീർത്ഥം പോലും എന്തായിത്തീരിക്കുന്നു? അപ്പമായി സ്വീകരിക്കുന്നെങ്കിൽ, പാദ്യമായി സ്വീകരിക്കുമെങ്കിൽ, രാജോപചാര സത്രചാമരാദി രാജോപചാരങ്ങളായിട്ട് സ്വീകരിക്കുമെങ്കിൽ ഭഗവതിയാണെങ്കിൽ ഇതൊക്കെ ഓരോ തുള്ളി വെള്ളവും സങ്കല്പം കൊണ്ട് എന്ത് ചെയ്യുന്നു? ഛത്രമായിത്തീരുന്നു, ചാമരമായിത്തീരുന്നു. അപ്പോൾ നമുക്കറിയാം പ്രതികാരം എന്ന് പറയുന്നത് ഒരു മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഒന്ന് വേദനിപ്പിച്ചാൽ അത് മനുഷ്യനാണെങ്കിലും ദൈവമാണെങ്കിലും പ്രതികരിക്കും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അങ്ങനെ പ്രതികരിക്കാതിരിക്കണമെങ്കിൽ എല്ലാവർക്കും തൊഴുവാനുള്ള സൗകര്യത്തിൽ കല്ലുവരികളൊക്കെ കഴിഞ്ഞു. ഇനി ആർക്കും കാല് തെറ്റി അല്ലെങ്കിൽ കാല് വേദനയാണെന്ന് പറയേണ്ട, തൊഴുവാനുള്ള സൗകര്യം എത്ര വേണമെങ്കിലും പ്രദക്ഷിണം വെച്ചുകൊണ്ട് തൊഴുവാനുള്ള സൗകര്യം തലപ്പുഞ്ചം മഹാദേവ ക്ഷേത്രത്തിലുണ്ട്. വരാൻ പോകുന്നതായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ, പരിഹാരക്രിയകളൊക്കെ എത്രയും പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ലോകം മുഴുവനും എന്തു ചെയ്യുന്നു? പൊങ്കാല അടുപ്പുകളെ കൊണ്ട് നിറയുമ്പോൾ നമുക്കറിയാം അതിൽ നിന്നുണ്ടാകുന്ന അഗ്നി അഗ്നേരാഭാഭ്യ പ്രിയാം പൃഥിവ്യ ഔഷധഭ്യോന അതിൽ നിന്നായ പുക മുകളിൽ ചെന്നിട്ട് എന്തു ചെയ്യുന്നു? മേഘമായിട്ട് ഇന്ന് മഴ പെയ്യും എന്നുറപ്പാണ്. എല്ലാ അമ്മമാർക്കും ഇന്നത്തെ എല്ലാവരും കൊടുങ്ങല്ലൂർ അമ്മയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊടുങ്ങല്ലൂർ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കൊടുങ്ങല്ലൂർ കാവിലേക്ക്, കുറുമ്പക്കാവിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രശാന്ത് വർമാജി പാടുന്നത് പോലെ കുറുമ്പ് കാട്ടണ കുട്ടികളെ നിങ്ങൾ കുറുമ്പക്കാവിൽ പോയിടേണ്ടേ, കുറുമ്പക്കാവിലെ ഭഗവതി അമ്മയുടെ നാമങ്ങൾ വാഴ്ത്തി സ്തുതിച്ചിടേണ്ടേ. പ്രശാന്ത് വർമാജി പറയുന്ന പോലെ
നമുക്ക് ഇന്നത്തെ ദിവസം കൊടുങ്ങല്ലൂരമ്മയെ സ്തുതിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാമങ്ങൾ വാഴ്ത്തി സ്തുതിച്ചിടേണ്ടേ.